ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് എല്ലാവരുടെ കാര്യങ്ങളായിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനി സൺഡേസിൽ വീഡിയോസ് ഇടണ്ട എന്ന് പ്ലാൻ ഉണ്ടായിരുന്നതാണ്. കാരണം വ്യൂസും ഉണ്ടാവാറില്ല. മിക്കവരും സൺഡേസിൽ നമ്മളിടുന്ന വീഡിയോസ് സ്കിപ്പായി പോകാറുണ്ട്. ഞാനാണെങ്കിലും നമ്മൾ സൺഡേ നമ്മൾ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനാണല്ലോ ശ്രമിക്കുക ഫോണിലിരിക്കുന്നതിനേക്കാളും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എന്നാൽ ശരി സൺഡേസിൽ ഇടണ്ട എന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ അധികം ആരും കാണില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു വീഡിയോ ആണ്. കാരണം 1 മണിക്കൂറിലധികം ഉണ്ട് ആ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂറൊക്കെ ഒരാളുടെ ടോക്ക് അങ്ങനെ കേട്ടിരിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനത് എടുത്ത് വന്നപ്പോൾ അത്രയും സമയമായിപ്പോയി. പിന്നെ ക്വസ്റ്റ്യൻസിനൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ആൻസേഴ്സ് പറയാൻ വേണം. അപ്പോൾ അത് ഞാൻ എത്രത്തോളം കട്ട് ഷോട്ട് ചെയ്യാൻ നോക്കിയാലും അത് 1 അവറിനേക്കാളും കുറയ്ക്കാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ആരും കാണില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ആണ്. പക്ഷെ അത് നല്ല രീതിയിലത് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് റീച്ച് ആവുകയും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സും ഒരുപാട് കമൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഒരുപാട് മെസ്സേജ് ചെയ്തവരുണ്ട്. ചിലർക്ക് കമൻ്റ് ഇടാൻ കുറച്ചൊരു മടിയാണ്. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും പേഴ്സണലി ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ പേര് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാം ത്രൂ ആണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ ആണെങ്കിലും കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. കമൻസിൽ ഞാൻ എല്ലാവർക്കും ഇതേ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് എല്ലാവർക്കും ഞാൻ ലൈക്സും എന്തെങ്കിലും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ റിപ്ലൈസൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് പർപ്പസ്ഫുള്ളി നിങ്ങൾ ഞങ്ങളെ കാണുന്ന സമയത്തിന് വാല്യൂ തരാത്തതല്ല. നമ്മൾ സിറ്റുവേഷൻ കൊണ്ട് കുട്ടികളെ വെച്ച് പറ്റുന്നില്ല എല്ലാം കൂടി ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കമൻസിന് റിപ്ലൈ ചെയ്യാൻ കുറേ നാളുകളായിട്ട് പറ്റാതിരുന്നത്. പക്ഷേ ഇന്നലത്തെ വീഡിയോനും അതിന് മുമ്പത്തുള്ള വീഡിയോസിനെല്ലാത്തിനും ഞാൻ റിപ്ലൈയും ലൈക്കും ഒക്കെ കൊടുത്ത് വരുന്നുണ്ട്. എല്ലാവർക്കും കുറച്ച് ലേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ചധികം ലേറ്റ് ആയാലും ഞാൻ എല്ലാവർക്കും ലൈക്കോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് എന്തായാലും തന്നിരിക്കും. കാരണം ഞങ്ങളുടെ വീഡിയോസ് കാണാൻ എടുക്കുന്ന നിങ്ങളുടെ ഒരു സമയം ഞങ്ങൾക്ക് അത്രയും വാല്യുബിൾ ആണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇതുപോലെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ അപ്പോൾ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ പേഴ്സണൽ കുറേ സിറ്റുവേഷൻസ് കൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതോ ഇഗ്നോർ ചെയ്യുന്നതോ ഒന്നുമല്ല. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ എല്ലാവർക്കും ഞാൻ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഞാൻ എല്ലാത്തിനും കമൻസിന് റിപ്ലൈ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓരോ കമൻറ്റ് ഇങ്ങനെ വന്നു, എന്തിനാണ് ഇവർക്കൊക്കെ കമൻറ്റ് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാമെന്നുള്ളത്. പിന്നെ ഞാനത് ആക്ച്വലി പറയണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഒരു മിന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്രൊഫൈലിൽ നിന്ന് വളരെ എന്താ പറയുക, ഇന്നലെ ഞാനിപ്പോൾ ഈ സുരേഷ് ബാബുവിനെ പറഞ്ഞ പോലെ ഒരു വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ കുറേ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാർ റെഗുലർ വ്യൂവർ ആണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് ഇത്രയും അങ്ങോട്ട് കൺസേൺഡ് ആവണേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു റിപ്ലൈ ചെയ്തെങ്കിലും പിന്നെ എനിക്ക് തോന്നി എന്ത് കാര്യത്തിനാണ് ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്കത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് കമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ അത് റിമൂവ് ചെയ്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കമൻസ് പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് നമ്മുടെ ഒരു ചാനലിൽ നമ്മളൊരാൾ തുറക്കുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും കമൻസ് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഒരു വൈബ് ഞാൻ എപ്പോഴും നമ്മളിപ്പോൾ എല്ലാവരും ഒരാളുടെ വീഡിയോ കാണാൻ ഒരു എൻ്റർടൈൻമെൻറ്റാണ്, അവർക്ക് മനസ്സിനൊരു റിലാക്സേഷനാണ് കാണുക. അപ്പോൾ നമ്മൾ ഈ കമൻസ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കമൻസ് കാണുമ്പോൾ നമ്മളും ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു വൈബ് ആർക്കും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് റിമൂവ് ചെയ്തത്. ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ്
എവിടെ നിൽക്കുന്നു എന്നതിൽ ഇത്രയും ആൾക്കാർ കൺസേൺഡ് ആവുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറയുന്നു, നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ, ഇപ്പം ഞാൻ പബ്ലിക് വീഡിയോ ഇടുന്നു എന്ന് വിചാരിച്ചിട്ട്, ഒരു പബ്ലിക് ഫിഗറാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇടുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ 100% കാര്യങ്ങൾ പറയാൻ പറ്റില്ല. 100% വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു തുമ്പും ഇതും തൊടാണ്ട് പറയാൻ ഒരാൾക്കും പറ്റില്ല. എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ ഞാനൊരു പ്രൈവറ്റ് പേഴ്സണാണ്. പിന്നെ യൂട്യൂബ് ചാനലിൽ വന്നു, പിന്നെ നിങ്ങളുടെ ആവശ്യപ്പെട്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്ത് ഒരു 98% പബ്ലിക് ആണെങ്കിൽ ഒരു 2% എനിക്ക് എൻ്റെ ലൈഫ് കുറച്ച് പ്രൈവറ്റ് ആക്കി വെക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഹൈഡ് ചെയ്യാനൊന്നുമല്ല. പിന്നെ എൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു കാര്യം പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അത് എന്നെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ എനിക്കത് പറയാം. ഇതിപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിൽ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യുക എൻ്റെ ചുറ്റുമുള്ളവർക്കായിരിക്കാം. അവർക്ക് അത് പബ്ലിക് ആക്കണം എന്ന് ആഗ്രഹമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. അവർക്കത് പബ്ലിക്കലി വരുമ്പോൾ അത് അവർക്ക് ചിലപ്പോൾ വേദന തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കി പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് കാര്യങ്ങൾ പറയണോണ്ടും വിരോധമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഞാനൊരു കാര്യം പബ്ലിക്കിൽ വന്നിരുന്ന് പറഞ്ഞ് അത് മറ്റുള്ളവരത് എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്കതൊരു വിഷമം വരിക എന്ന് പറയുമ്പം അവരുടെ ഒരു പ്രൈവസീനെ ഞാനത് നശിപ്പിക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മുടെ കുടുംബം, ഇപ്പോൾ ഒരു യൂട്യൂബർ ആവണം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവണം അല്ലെങ്കിൽ ഒരു സിനിമാ നടി ആവണമെന്നില്ല. നമ്മുടെ വീട്ടിലും ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവർക്കും അവർക്കും ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരാളുടെ അടുത്ത്, ഇപ്പോൾ വീട്ടിലിപ്പോൾ മമ്മി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, നമ്മളൊരു കാര്യം ചോദിച്ചു, നമ്മൾ ചോദിച്ച കാര്യം അവർക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മളത് പിന്നെ ഓടി നടന്ന് ചോദിക്കരുത്. അവർക്ക് എപ്പോൾ പറയാൻ തോന്നുന്നോ അപ്പോൾ പറയാനുള്ളൊരു സ്പേസ് അവർക്ക് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ചോദിക്കാണ്ടിരുന്നാൽ ചിലപ്പോൾ അവർ വന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അങ്ങനത്തെ അതൊരു ക്വാളിറ്റിയാണ്. നമുക്ക് ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യം കുത്തിപ്പിഴിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. അവർക്ക് സമയമാകുമ്പോഴേക്കും അവർക്ക് പറയണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ അവർ പറഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു 98% പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് റെസ്പോൺസ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കുറച്ചൊരു 2% ഇഗ്നോർ ചെയ്താൽ മതി. പക്ഷെ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് നിങ്ങൾക്കും കൂടി അതൊരു എന്താ പറയുക, ചിലർക്ക് അറിയാണ്ടായിരിക്കും. നമുക്കിപ്പോൾ പലർക്കും ഒരു ധാരണയുണ്ട്, യൂട്യൂബിൽ എന്തും വന്ന് ഈ യൂട്യൂബേഴ്സിനെ വന്ന് പറയാം, അവരൊക്കെ മിണ്ടാണ്ട് കേട്ടോളണം എന്ന് കുറേ പേർക്ക് കുറേ ധാരണയുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തു, അതിന് റിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ റിപ്ലൈ ചെയ്യുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, അങ്ങനെയാണെങ്കിൽ കമൻറ്റ്സ് ഓഫ് ചെയ്തിടണം, ക്രിട്ടിസൈസ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ കമൻറ്റ്സ് ഓഫ് ചെയ്തിടണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരാളുടെ അടുത്ത് ഇതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റിപ്ലൈ ഓപ്ഷനുള്ളത് നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം എന്നെ ജഡ്ജ് ചെയ്ത് എന്നെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള മറുപടി കൊടുക്കാനും ഉള്ള ഫ്രീഡം എനിക്കുണ്ട്. അപ്പോൾ ഒരുപാട് പേരിപ്പോൾ എന്താ പറയുക, കുറേ പേരൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒരു ലൈക്ക് പോലും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല ചാനലിൽ. ആദ്യം തൊട്ടേ ഒന്നിനും റെസ്പോണ്ട് ചെയ്യാത്ത ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരു 2-3 മാസമായിട്ടാണ് ഞാൻ കമൻസിന് റിപ്ലൈ ചെയ്യാൻ സാഹചര്യവശാൽ പറ്റാത്തത്. അല്ലാണ്ട് ആദ്യത്തെ വീഡിയോ തൊട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഓരോന്നിനും ഞാൻ ഇരുന്ന് ഹായ്ക്ക് വരെ കമൻറ്റ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം അന്ന് എനിക്ക് പ്രത്യേകിച്ച് തൊഴിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അതല്ലാത്തത് കൊണ്ടാണ് കമൻസിന് റിപ്ലൈ ഒക്കെ വൈകുന്നത്. പക്ഷെ റിപ്ലൈ ചെയ്താലും ഇതാണ് തരം, അതിനും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഈ പറഞ്ഞ പോലെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ അതിപ്പോൾ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ. അതൊക്കെ ഞാൻ പറയും. അത് പറയേണ്ട ഒരു സമയം വരുമ്പോൾ ഞാൻ വന്ന് പറയും, ക്ലിയർ ചെയ്യും, അത്ര തന്നെ. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എന്താ പറയുക, എന്തായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അങ്ങനെ അറിയാൻ നമ്മളങ്ങനെ വെമ്പൽ കൊള്ളേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ആഗ്രഹിക്കാം,
അവർക്ക് പറയാനുള്ളൊരു സമയം കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷം. ഇനിയിപ്പോൾ പിന്നെ കുറേ പേർക്കും ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യങ്ങൾ അറിയണമായിരുന്നു. ബാംഗ്ലൂർക്ക് ഞാൻ പോകാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പല കണക്ക് കൂട്ടലുകളും കുറച്ചൊന്ന് മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാം. നമുക്ക് എന്തിനും നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച് കണക്ക് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ആൻസറിൻ്റെയും കണക്കൂട്ടലുകൾ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നീട്ടി വെച്ചു. നമ്മൾ പരസ്പര ധാരണയിൽ തന്നെ അത് നീട്ടി വെച്ചു. അല്ലാണ്ട് അതിൽ വേറെ ഒരു ഇനിയിപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഇൻഡയറക്റ്റായിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനിപ്പോൾ വേറെ രീതിയിൽ വളച്ചൊടിച്ചിട്ട് നാളെ ന്യൂസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചിന്തിച്ച് കൂട്ടട്ടെ. മീഡിയാസുകാരൊക്കെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ നിൽക്കുകയാണ് ഹെഡ്ലൈനൊക്കെ വെച്ച് വളച്ചൊടിച്ച് വാർത്തകൾ ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ അതെന്താണെന്ന് ആലോചിച്ച് ആരും സമയം കളയണ്ട. നമ്മുടെ എല്ലാവരുടെയും ലൈഫ് വാല്യൂബിളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് ബെസ്റ്റ് ചെയ്യാം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. മറ്റുള്ളവരുടെ ലൈഫിൽ എന്തും നടക്കട്ടെ, അവർ സമയമാകുമ്പോൾ പറഞ്ഞോളും. അപ്പോൾ ഇടയ്ക്ക് ഡിവൈൻ വന്ന് കയറിയതാണ്. പിള്ളേരൊക്കെ ഉറക്കി സമാധാനമായിട്ട് ഇതാ ഓക്കെ കണ്ട, ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ തനിക്ക് ഞാനൊരു വെല്ലുവിളി ആണെന്നാണ് ആൾക്കാർ പറയണേടോ. അതായത് ഞാൻ തന്നെ നാത്തൂൻ ഭരണം എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൽ ഈ നിമിഷം വരെ, ഇനി അടുത്ത നിമിഷത്തിൽ എന്ത് പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പേഴ്സണൽ സ്പേസ് റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. രണ്ടുപേരും ഓവറായിട്ട് അങ്ങോട്ട് കിടന്ന് എന്താണ് അല്ലെങ്കിൽ ഓവറായിട്ട് ഒന്നിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല. പക്ഷേ എല്ലാത്തിലും സ്നേഹവും എല്ലാം ഒരുപോലെ ഞങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ വീട്ടിൽ മെയ്ഡില്ല എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം ഇതുവരെ എല്ലാം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന രണ്ട് നാത്തൂന്മാരാണ്. ഇപ്പോൾ നാളെ ചിലപ്പോൾ അടിച്ച് പിരിയാനും സാധ്യതയുണ്ട്, അറിയില്ല, ജീവിതമല്ലേ. അപ്പം എപ്പോഴും നമുക്ക് ഒരുപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്ന് വരെ അങ്ങനെയാണ്. അപ്പോൾ അല്ലാണ്ട് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ഡിവൈനിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇതുപോലെ ഞാനവിടെ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡിവൈനാണ് എന്താടോ താൻ എന്തിനാടോ ഒറ്റയ്ക്ക് നിൽക്കണം, എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടിരുന്നത് ഡിവൈനാണ്. ചിലപ്പോൾ നാളെ മാറുമായിരിക്കും, നാളെ ഇറങ്ങി പോടിയെന്ന് പറയുമായിരിക്കും. അപ്പം നമുക്ക് ഇറങ്ങിപ്പോവാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് എൻ്റെ വീടാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് എന്നാലും ആൾക്കാർ അപ്പം ആൾക്കാർക്ക് പക്ഷെ എന്താ പറയുക, ഡിവൈൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ എങ്ങടെ പോയത്, എൻ്റെ വീടല്ലേ, ഇപ്പം എനിക്ക് ഇങ്ങടെ ഇറങ്ങി വരാനുള്ളൂ. അപ്പോൾ ഇത് എന്താ പറയുക, ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ എന്താണെന്നുള്ളത് അറിയാണ്ട് വെറുതെ ഇങ്ങനെ എനിക്കതങ്ങോട്ട് കേൾക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് ഓളം വരും. കാരണം ഞങ്ങളിവിടെ എത്ര സന്തോഷത്തിലാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇപ്പോൾ വീഡിയോയുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. സന്തോഷവും സ്നേഹമൊന്നും അങ്ങനെ ആൾക്കാരെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ അധികം കത്തിയടിക്കണില്ല. ഒരു താങ്ക്സ് ഒരു 2 മിനിറ്റിൽ വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ 13 മിനിറ്റായി കത്തിയടിക്കണു. അപ്പോൾ ഇനി നാളെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.